നിയ പറയുന്നത് കേട്ട ഞെട്ടലിൽ നിന്നും വിട്ടുമാറാതെ ദേവിയും മാമിയും പരസ്പരം നോക്കി നിന്നു. എന്തൊക്കെയായി നിയമോളെ നീ പറയുന്നത്? ഇപ്പോൾ തന്നെ നീ അവസ്ഥയിലായത് സഹിക്കാൻ വയ്യാതെ ആകെ തകർന്നിരിക്കുകയാണ് ഞാനും അമ്മയും അച്ഛനുമെല്ലാം. എന്നിട്ടും നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? എനിക്കറിയാം, ഞാൻ കാരണം നിങ്ങളെല്ലാവരും വേദനിക്കുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് പറ്റാഞ്ഞിട്ടായേട്ടാ. അവൾ ആമിയെ ഒന്ന് നോക്കി. എനിക്കറിയാം, നീയും ദർശനും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ദർശൻ നിന്റെ ഭർത്താവാണ്. പക്ഷേ പറ്റണ്ടേ മോളെ? ഒരുപാട് വർഷം മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. നിങ്ങൾക്ക് ഇനി ഒരു ശല്യവും ഈ ചേച്ചി ചെയ്യില്ല. നിങ്ങൾ വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ചു. ചേച്ചി നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു ശല്യമാവില്ല. പക്ഷേ ഒരു കാര്യം ചേച്ചിക്ക് തിരുത്തണം. ചേച്ചി കാരണം സംഭവിച്ചു പോയ ഒരു വലിയ തെറ്റ്. കാര്യം മനസ്സിലാവാതെ ദേവിയും മാമിയും ഒന്ന് നോക്കി. അമ്പിയേട്ടൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദേവിയെ നോക്കി അവൾ പറഞ്ഞു. ദേവി വലിയ താല്പര്യമില്ലാത്തതുപോലെ മുഖം തിരിച്ചു. അമ്പിയേട്ടൻ്റെ കാര്യത്തിൽ നീ അറിയാത്ത കുറച്ച് സത്യങ്ങൾ കൂടിയുണ്ട് ദേവി. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടാ അമ്പിയേട്ടൻ നിന്നെ കണ്ടതും സ്നേഹിച്ചതും എല്ലാം. പക്ഷേ എപ്പോഴൊക്കെയോ അമ്പിയേട്ടൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. അത് ഞാൻ ഒരുപാട് തവണ മനസ്സിലാക്കിയതാണ്. അന്ന് കല്യാണ പന്തലിൽ വെച്ച് എല്ലാം ശരിയാക്കിയെടുത്ത് നിന്നെ താലി കെട്ടണമെന്ന് തന്നെയാണ് അമ്പിയേട്ടൻ ആഗ്രഹിച്ചത്. പക്ഷേ എല്ലാം വിപരീതമായാണ് സംഭവിച്ചത്. അന്ന് എല്ലാം തകർന്ന അവസ്ഥയിൽ നീ ഇറങ്ങിപ്പോയതുപോലെ തന്നെ അതേ അവസ്ഥയിലായിരുന്നു അമ്പിയേട്ടനും. പക്ഷേ എനിക്ക് വേണ്ടി ഒന്നും പുറത്ത് കാണിച്ചില്ല. ഇപ്പോൾ ഈ നിമിഷം പോലും എന്നെക്കുറിച്ച് ഓർത്ത് മാത്രമല്ല ഏട്ടൻ തകർന്നിരിക്കുന്നത്. നിന്റെ വിവാഹമാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ മനുഷ്യൻ ആകെ തകർന്നു പോയതാ ദേവി. അത്രത്തോളം ഏട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒന്നും പുറത്ത് കാണിക്കുന്നില്ല എനിക്ക് വേണ്ടി. ഇനിയും എനിക്ക് ഭാരം കൊണ്ടു നടക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തിലും കള്ളം കാണിച്ചെങ്കിലും നിന്നോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏട്ടന് ഒരു കള്ളവും കാണിച്ചിട്ടില്ല. ആത്മാർത്ഥമായി തന്നെയാ ഏട്ടൻ നിന്നെ സ്നേഹിച്ചത്. ഇന്നും ആ സ്നേഹം ഏട്ടൻ്റെ ഉള്ളിലുണ്ട്. ചേച്ചി ഇപ്പോൾ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുക്ക്. ആമി നീയെ തടയുന്നത് പോലെ പറഞ്ഞു. ഇല്ല മോളെ, എനിക്ക് പറയണം. ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് പറയാൻ പറ്റിയെന്ന് വരില്ല. പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നവരാ ഇവർ രണ്ടുപേരും. ഞാൻ ഒറ്റ ആളാ ഇവരുടെ സ്നേഹം തകർത്ത് കളഞ്ഞത്. എനിക്കത് തിരുത്തണം, തിരുത്തിയേ പറ്റൂ. എനിക്കറിയാം ദേവി മോളെ, ഇപ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ ജീവിതം അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന്. ആത്മാർത്ഥമായി നീ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്റെ അമ്പിയേട്ടനെയാണ്. ദേവി നിറഞ്ഞു വന്ന കണ്ണുകൾ അടച്ചു പിടിച്ചു. എനിക്ക് വേണ്ടി, ഈ പാപിയായവൾക്ക് വേണ്ടി ചെയ്തുപോയ തെറ്റുകളെല്ലാം മറന്ന് എൻ്റെ ഏട്ടനെ നീ തിരിച്ച് സ്വീകരിക്കുമോ നിന്റെ ജീവിതത്തിലേക്ക്? നീയ പറയുന്നത് കേട്ട് ആമയൊന്ന് ഞെട്ടിയെങ്കിലും ദേവിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. അവൾ പതുക്കെ നടന്ന് ജനലിനരികിലേക്ക് പോയി ജനൽ കമ്പിയിൽ പിടിച്ച് ചാരി പുറത്തേക്ക് നോക്കി. പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് വൈകരുത്. ഈ ചേച്ചി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒന്നായി കണ്ടാൽ എനിക്ക് അത്രയും സന്തോഷം. ചേച്ചി എന്തൊക്കെയായി ഈ പറയുന്നത്? വിച്ചുവേട്ടനും ദേവിയും അവർ സ്വന്തം താല്പര്യത്തിലാണ് ഈ ജീവിതം തിരഞ്ഞെടുത്തത്, അല്ലാതെ ആർക്കു വേണ്ടിയിട്ടും ഒരു ത്യാഗം ചെയ്തതൊന്നുമല്ല. അല്ല മോളെ, ദേവിയുടെ ആദ്യ പ്രണയമാണ് നമ്മുടെ അമ്പിയേട്ടൻ. ആത്മാർത്ഥമായി ദേവി സ്നേഹിച്ചത് നമ്മുടെ അമ്പിയേട്ടനെയാണ്. അതങ്ങനെ പെട്ടെന്ന് മറന്നു കളയാനൊന്നും ദേവിക്കാവില്ല മോളെ. നിങ്ങളോടൊക്കെ പുറത്ത് സന്തോഷമാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ ദേവി ഒരിക്കലും പൂർണ്ണമായും സന്തോഷവതിയായിരിക്കില്ല. നിയ ആമിയുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ആമി ആ കൈകളിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. ദേവി നിയ പറഞ്ഞതിനൊന്നും എതിര് പറഞ്ഞില്ല. എൻ്റെ ഏട്ടന് വേണ്ടിയല്ലേ ചേച്ചി ഇപ്പോൾ മരിക്കാൻ ശ്രമിച്ചത്? അത്രയ്ക്കിഷ്ടമാണോ എൻ്റെ ഏട്ടനെ? എൻ്റേതല്ല എന്നറിയാം, എന്നാലും എൻ്റെ ജീവനാ. സ്വയം അറിയാതെ ആമയുടെ തലോടൽ നിന്നുപോയി. നീ അത് ശ്രദ്ധിച്ചു? ഇല്ല മോളെ, ഒരിക്കലും നിന്നിൽ നിന്നും ഞാൻ നിന്റെ പ്രണയം തട്ടിയെടുക്കില്ല. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സത്യം ഞാൻ തുറന്നു പറഞ്ഞതാ. ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി ചേച്ചി വരില്ല. മോള് സുഖമായി തന്നെ ജീവിച്ചു. നിയ പറയുന്നത് കേട്ട് ആമി നിയയുടെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. ആമി, ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും ഇനിയും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് ചിന്തിക്കാനാവാത്തത് കൊണ്ട് ചോദിച്ചു പോകുന്നതാ. വിട്ടുകൊടുത്തൂടെ എൻ്റെ ഏട്ടനെ നിന്റെ ചേച്ചിക്ക്? ഇങ്ങനെ ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ എനിക്കും നിനക്കും ഒന്നും കഴിയില്ലല്ലോ. നമ്മളൊക്കെ ചേച്ചിയേക്കാൾ ഒരുപാട് താഴെയാണ് ആമി. ആമിയുടെ മുഖത്തേക്ക് നോക്കാതെ ജനലിൽ ചാരി നിന്ന് പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ദേവി ചോദിച്ചു.
ആമി മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ദേവി പറയുന്നത് കേട്ട് അവളുടെ ഉടലൊന്ന് വിറച്ചു. അത് നീയെയും അറിഞ്ഞു. നീ എന്തൊക്കെയാ ദേവി മോളെയും പറയുന്നത്? ഞാനിപ്പോൾ എൻ്റെ കാര്യമല്ല, നിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ചോദിച്ചത്. നിനക്കും അമ്പിയേട്ടനും ഒരു ജീവിതമുണ്ടായി കാണണം, അതാ എൻ്റെ ആഗ്രഹം. അതുമാത്രമേ എനിക്കുള്ളൂ. അമ്പിയേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി ചേച്ചി കൂടി വരണം. അങ്ങനെയൊരു ആഗ്രഹം കൂടി ഇപ്പോൾ എനിക്കുണ്ട്. ദൂരേക്ക് നോക്കിക്കൊണ്ട് ദേവി പറഞ്ഞു. അമ്പി ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു അത്. അവൻ ഞെട്ടലോടെ അവളെ ഒന്ന് നോക്കി. നിയ ദേവിയെയും ആമിയെയും നോക്കി. ദേവി പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആമി നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് കരയുകയാണ്. നിയയുടെ ചുണ്ടിൽ വിജയത്തിൻ്റെ ഒരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടുകൂടി തന്നെ അവൾ അമ്പിയെ നോക്കി. പതിയെ അമ്പിയിലേക്കും ആ ചിരി വഴിമാറി. ഹൃദയം മുറിഞ്ഞു പോയതുപോലെയുള്ള വേദനയോടെ രണ്ടുപേർ നിൽക്കുമ്പോൾ തങ്ങൾ വിചാരിച്ച കാര്യം എളുപ്പത്തിൽ സാധിച്ചെടുത്ത സന്തോഷത്തിലായിരുന്നു നിയയും അമ്പിയും. നിയ അമ്പിയെ നോക്കി കണ്ടുകൊണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന രീതിയിൽ തലയിളക്കി കാണിച്ചു. അവനും രണ്ടുപേരെയും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കൈകൊണ്ട് വെൽഡൻ എന്ന് കാണിച്ചു. എന്നാലും എൻ്റെ മക്കളെ, നിങ്ങൾ ഈ പ്ലാനിനെ പറ്റിയൊക്കെ പറയുമ്പോഴൊക്കെയും ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലാട്ടോ. ആമിയും ദേവിയും രണ്ടെണ്ണവും ഒരേ സ്വഭാവമാണ്. രണ്ട് പൊട്ടിപ്പെണ്ണുങ്ങൾ. പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും. ഇങ്ങനെയൊരു ഐഡിയ ഇറക്കിയാൽ കാര്യം സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഐഡിയ തന്നെ ഇറക്കിയത്. അച്ഛന് ഹോസ്പിറ്റലിൽ ഒരുപാട് കാശായി കാണും അല്ലേ? പക്ഷേ കാശിനെ കുറിച്ച് ഓർത്ത് അച്ഛന് വിഷമിക്കേണ്ട. രണ്ട് മരുമക്കളെ മാത്രമല്ല, കണക്കില്ലാത്ത സ്വത്തുക്കൾ കൂടി അച്ഛന് വന്നു ചേരും. മുടക്കിയ പണം പോലും തിരിച്ചു കിട്ടാത്ത ഫിനാൻസ് കമ്പനിയും നഷ്ടം മാത്രം തരുന്ന റിയൽ എസ്റ്റേറ്റും അച്ഛനങ്ങ് മറന്നേക്ക്. വിജയചിരിയോടെ നിയ പറഞ്ഞതും രാമചന്ദ്രൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്നു. എന്നാലും അവർ രണ്ടുപേരും ഇത്രയും മണ്ടന്മാരായിരിക്കുമെന്ന് ഞാനും കരുതിയില്ല. ഇതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിൻ്റെ പകുതി പോലും നമുക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. അതിനു മുൻപേ രണ്ടും കൂടി നിലവിളിച്ച് എല്ലാം സമ്മതിച്ചു തന്നു. അതും ഇത്രയും പെട്ടെന്ന്. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മതി മതി, പതുക്കെ പറ. അമ്മയെങ്ങാനും കേട്ടാൽ പിന്നെ ഈ ചെയ്തു വെച്ചതെല്ലാം വെറുതെയായി പോകും. അമ്പി സന്തോഷത്തോടെ മതിമറന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ട് നീ അവനെ തടഞ്ഞു. ഓ, അവൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അവളൊന്നും തുറന്നു പറയാനൊന്നും പോകുന്നില്ല. പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെയല്ല അച്ഛാ, വിവാഹം നടന്നു കഴിയുന്നതുവരെ നമ്മൾ നന്നായി കരുതി തന്നെ ഇരിക്കണം. പിന്നെ ഇതുകൊണ്ട് മാത്രം അവസാനിച്ചെന്ന് കരുതണ്ട. അഭിനയം കൊണ്ട് അവരെ എല്ലാവരെയും സമ്മതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും നമ്മൾ ഒരാളുടെ മുൻപിൽ മാത്രം മുട്ടുമടക്കേണ്ടി വരും. ദർശൻ്റെ മുൻപിൽ. അവനിതറിയുമ്പോഴുള്ള അവസ്ഥയാണ് എനിക്ക് പേടിയുള്ളത്. ആ ഒരു കടമ്പ കൂടി കടന്നു കിട്ടിയാൽ പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അപ്പോഴാണ് രാമചന്ദ്രൻ്റെ അനിയന്മാരും അതിൽ ഒരാളുടെ ഭാര്യയും ഹോസ്പിറ്റലിലേക്ക് വന്നത്. എന്നാലും എൻ്റെ മോളെ, എന്ത് അബദ്ധമാണ് ഈ കാണിച്ചത്? നിന്നെ വേണ്ടാത്ത ഒരുത്തിന് വേണ്ടി ഇങ്ങനെ ചാവാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അവളുടെ കയ്യിലെ ബാൻഡേഡ് ഇട്ട ഭാഗം നോക്കി കരഞ്ഞുകൊണ്ട് രാമചന്ദ്രൻ്റെ അനിയൻ്റെ ഭാര്യ പറഞ്ഞു. നീ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആ കയ്യിലെ കെട്ടഴിച്ച് കാണിച്ചു കൊടുത്തു. കൈക്ക് ഒരു പ്രശ്നമില്ലെന്ന് കണ്ടതും അവർ കണ്ണുമിഴിച്ച് അവളെ നോക്കി. ഇതെന്താ ചേട്ടാ, രാവിലെ ചേച്ചി വിളിച്ച് പറഞ്ഞത് നിയമോള് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഹോസ്പിറ്റലിൽ അപകടാവസ്ഥയിലാണെന്നാണല്ലോ. ഇപ്പോൾ ദേ ഇവൾക്കൊരു കുഴപ്പവും ഇല്ലല്ലോ. രാമചന്ദ്രൻ ഒന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെ ഒന്നുകൂടി ഉറപ്പുവരുത്തി വാതിലടച്ച് കുറ്റിയിട്ട് തിരിച്ചു വന്നു. ഞങ്ങളോടൊപ്പം എല്ലാത്തിനും നിന്നിട്ടുള്ളത് നിങ്ങൾ 3 പേരുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും നിങ്ങൾ അറിയുന്നത് കൊണ്ട് എനിക്കൊരു വിരോധവുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ പ്ലാനായിരുന്നു. പ്ലാനോ? എന്ത് പ്ലാന്? തുടർന്ന് അവരോട് 3 പേരോടുമായി നിയ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ഒടുവിൽ ആമി ദേവിയോട് ദർശനെ തനിക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടത് വരെ പറഞ്ഞവൾ നിർത്തി. അപ്പോൾ ആ കൊച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആമിമോള് സമ്മതിച്ചോ? നിയയുടെ മനസ്സിലേക്ക് കുറച്ചു നേരം മുൻപ് നടന്ന കാര്യങ്ങൾ ഓർമ്മയിലെത്തി. ദേവി തിരിഞ്ഞു നോക്കുന്നത് കണ്ട് നിയയും അമ്പിയും തങ്ങളുടെ മുഖം പഴയതുപോലെ തന്നെ പിടിച്ചു. ദേവി ആമിയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി പറഞ്ഞതെല്ലാം സത്യമാണ് ആമി. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടും നിൻ്റെയും ദർശേട്ടൻ്റെയും നല്ലൊരു ജീവിതത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പോഴും പഴയതൊന്നും മറക്കാൻ എനിക്കായിട്ടില്ല. എന്നാലും ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് ഈ നിമിഷം വരെ. പക്ഷേ ഇപ്പോൾ ഞാൻ സ്നേഹിച്ചതുപോലെ അമ്പിയേട്ടൻ എന്നെയും ആത്മാർത്ഥമായാണ് സ്നേഹിച്ചിരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനാവുന്നില്ല. നീ എന്നോട് പൊറുക്ക്. എനിക്ക് അമ്പിയേട്ടൻ്റെ ഭാര്യയാവണം. അപ്പോഴും നീയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ആമി കരഞ്ഞു.
പക്ഷേ അതിനേക്കാളുമൊക്കെ പ്രധാനമായി എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ചേച്ചി സ്നേഹിച്ചതുപോലെയൊന്നും നീ എൻ്റെ ഏട്ടനെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ പണ്ടൊക്കെ എൻ്റെ ഏട്ടൻ നിന്നെ അവഗണിച്ചപ്പോൾ ഇപ്പോൾ ചേച്ചി ചെയ്തതുപോലെ നീ ചെയ്യുമായിരുന്നു. പക്ഷേ ചേച്ചിയോ, ഏട്ടനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കാൻ ഈ പാവം തയ്യാറായി. ഈ പാവത്തിൻ്റെ മനസ്സ് ഇനിയെങ്കിലും നമ്മൾ കാണണ്ടേ? എനിക്ക് വേണ്ടി നീ വിട്ടുകൊടുക്കണം പ്ലീസ്. ദേവി അവളോട് അപേക്ഷയെന്ന പോലെ പറഞ്ഞു. ഞാൻ അത്ര വലിയ ക്രൂരയാണെന്ന് കരുതിയോ ദേവി? ഈ ഇരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയോളം വലുതൊന്നുമല്ല എനിക്കെൻ്റെ പ്രണയം. ചേച്ചിക്ക് ജീവിതം തിരിച്ചു കിട്ടാൻ എൻ്റെ പ്രണയം മറക്കാൻ ഞാൻ തയ്യാറാണ്. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാനും നീ ദർശൻ്റെ ഭാര്യയാണെന്ന് ഉൾക്കൊള്ളുവാനും എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ തുടർന്നൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ നിങ്ങളെ ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. വേണ്ട ചേച്ചി, ഇനി ഒന്നും പറയണ്ട. ഞാൻ പറയാം. ഞാൻ പറഞ്ഞാൽ ദർശേട്ടൻ സമ്മതിക്കും ചേച്ചിയെ വിവാഹം കഴിക്കാൻ. എനിക്ക് മുൻപേ ദർശേട്ടനെ സ്നേഹിച്ചത് ചേച്ചിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്നേക്കാൾ അവകാശവും ചേച്ചിക്കാ. ആമി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൾക്ക് പുറകെ പോയ അമ്പി കാണുന്നത് കരഞ്ഞുകൊണ്ട് എല്ലാം ഹരിദാസിനോട് പറയുന്ന ആമിയെയാണ്. ആദ്യം കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഹരിദാസും അമ്മയും ഒരുപാട് എതിര് പറഞ്ഞു. പക്ഷേ പിന്നീട് ആമിയുടെയും ദേവിയുടെയും വാശിക്കും കണ്ണീരിനും മുൻപിൽ അവർക്കും സമ്മതിക്കേണ്ടി വന്നു. എല്ലാവരിൽ നിന്നും കല്യാണത്തിനുള്ള സമ്മതം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഒടുവിൽ ഹരിദാസ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. പെണ്ണുങ്ങളുടെ കാര്യം വിട്ടുകളാ, എന്നാലും ആ ചെക്കൻ്റെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് പറയുമ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അന്ന് ഇവരുടെ വിവാഹത്തിന് ഏറ്റവും അധികം എതിര് നിന്നത് അയാളല്ലേ? ഇപ്പോൾ അയാൾക്ക് എന്താ പറ്റിയത്? ഇങ്ങനെയൊരു സംശയം എനിക്കുമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി, ദേവിക്ക് വേണ്ടിയാണ് അയാൾ എല്ലാം സമ്മതിച്ചത്. ദേവിയോളം വലുതല്ല അയാൾക്ക് ഈ ഭൂമിയിൽ ആരും. അന്ന് തന്നെ ദർശൻ ഇവളെ കെട്ടാൻ സമ്മതമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാളും കൂടുതൽ നിർബന്ധിക്കാതിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അയാൾക്ക് വേറെ വഴിയില്ല. ചെറിയമ്മ നോക്കിക്കോ, ഇനി അവർ തന്നെ എല്ലാവരെയും ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചെടുക്കും. എന്നാലും എൻ്റെ നീയെ, നിൻ്റെ ഒരു ബുദ്ധി സമ്മതിച്ച് തന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതുങ്ങളെ അങ്ങോട്ടേക്ക് വിടണ്ട എന്ന്. ഓരോ വാക്കും കൊടുത്ത് വന്നേക്കുന്നത് കണ്ടില്ലേ രണ്ടും കൂടി. അതുങ്ങൾ വല്ല മരുന്നും കലക്കി തന്നോ നിങ്ങൾക്കൊക്കെ? ഇത്രയും ബോധമില്ലാതെ പെരുമാറാൻ. അവിടെ പോയതും സംസാരിച്ചതും എല്ലാം ഇപ്പോൾ ഈ നിമിഷം അങ്ങ് മറന്നു കളഞ്ഞേക്ക് രണ്ടും. എന്നിട്ട് പഴയതുപോലെ അങ്ങ് ആയിക്കോ. ഹോസ്പിറ്റലിൽ പോയി വന്നതിനു ശേഷം ഹരിദാസ് ചിറ്റയിടത്തേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തി. ഹരിദാസ് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. പ്രത്യേകിച്ച് ദേവിയാണ് വിവാഹകാര്യം മുന്നോട്ട് വെച്ചതെന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ദർശനാണ് ആദ്യം പൊട്ടിത്തെറിച്ചത്. എന്ത് മറന്നു കളയാനാ ദർശേട്ടൻ പറയുന്നത്? ദർശേട്ടന് വേണ്ടി ജീവൻ കളയാൻ ശ്രമിച്ച ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാ ഞങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയാ, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അവർ നമ്മളോട്. പക്ഷേ അതൊന്നും ഒരു ജീവൻ എടുക്കാൻ മാത്രമുള്ള ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. മതി ദർശേട്ടാ, നീ ചേച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദർശേട്ടനെ. ഒരുപക്ഷെ ആമി പോലും അത്രയും ദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ടാവില്ല. എനിക്കെൻ്റെ ആമിയുടെ സ്നേഹം മതി, കൂടുതലായിട്ട് ഒന്നും വേണ്ട. ഇവൾക്ക് ബോധമില്ലെന്ന് കരുതാം. നീയും ഇങ്ങനെയൊക്കെ പറയുകയാണോ ദേവി? അവിടെ പോയി അമ്പിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ നീ വിച്ചുവിനെ കുറിച്ചെങ്കിലും ആലോചിച്ചോ? ഞാൻ ആരെക്കുറിച്ചും ആലോചിച്ചില്ല. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. എനിക്ക് ജയിക്കണം. ഇനിയും ഒരു തോൽവി സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. വാശിയോടെ ദേവി വിളിച്ചു പറഞ്ഞതെല്ലാം അപ്പുറത്തെ മുറിയിൽ നിന്നും തകർന്ന ഹൃദയത്തോടെ ഒരുവൻ കേട്ടു.